സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന
ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹം നിറഞ്ഞ ദൈവജനമേ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാം വചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കും: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ ഒന്നും കൊണ്ടല്ല നമ്മുടെ ജീവിതത്തെ യാതൊരു കുറവുകളുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. മറിച്ച് തമ്പുരാൻ കാരുണ്യവാനായതുകൊണ്ട്, തമ്പുരാൻ നമ്മുടെ ജീവിതത്തോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോരായ്മകളും ബലഹീനതകളും ഒക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിലും കാരുണ്യവാനായ ദൈവം നമ്മളോട് കരുണ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് യോഗ്യതകൾ ഉണ്ടായിട്ടല്ല ദൈവം നമ്മളോട് കരുണ കാണിക്കുക, മറിച്ച് തമ്പുരാന് കാരുണ്യമുള്ളത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. തമ്പുരാൻ്റെ മുമ്പിലെ നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ഒക്കെ ജീവിതം പോലെ ഒരു കൃതജ്ഞതാ ബലിയായി തീരേണ്ട ജീവിതങ്ങളാണ്. പലപ്പോഴും മറിച്ച നമ്മുടെയൊക്കെ ജീവിതത്തെ സംഭവിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ദൈവം വെച്ച് നീട്ടുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ പലപ്പോഴും നമുക്കാവുന്നില്ല എന്നുള്ളതായ യാഥാർത്ഥ്യം. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ വെച്ച് 10 കുഷ്ഠരോഗികളെ കാണുന്നു. ദാവീദിൻ്റെ പുത്രനാണ് കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ, രക്ഷകനാണ് കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ 10 കുഷ്ഠരോഗികൾ കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കുഷ്ഠം ബാധിച്ചവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് യേശുവിൻ്റെ സമയത്ത് ഒരുവന് കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര വിലപ്പെട്ടവനാണെങ്കിലും, ഒരു ഭവനത്തിലെ എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ അവനെ ആ ഭവനത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക അന്ന് പതിവാണ്. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്കായിരിക്കാം കുഷ്ഠം ബാധിച്ചിരിക്കുക, പക്ഷേ അതൊന്നും അവിടെ പ്രശ്നമല്ല. കാരണം കുഷ്ഠം പകരുന്ന രോഗമാണ്, അതിന് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവൻ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്നും അവനെ അവർ പുറത്താക്കുകയാണ്. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഈ കുഷ്ഠരോഗികളെല്ലാം ഒന്നിച്ചിങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി വേദനയുണ്ട്, ഒത്തിരി നൊമ്പരമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, ഏകാന്തതയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ കടന്നു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏകാന്തതയിൽ, ഒറ്റപ്പെടലിൽ, വേദനയിൽ, കണ്ണീരുമായി കഴിയുന്ന ഈ 10 കുഷ്ഠരോഗികൾ നസ്രായനായ ക്രിസ്തുവാണ് കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരവത്തിൻ്റെ നടുവിൽ സ്നേഹമുള്ള ദൈവജനമേ, യേശുനാഥൻ അവരുടെ നിലവിളി കേൾക്കുകയാണ്. നമ്മുടെ തമ്പുരാൻ അങ്ങനെയാണല്ലോ, ആരവത്തിൻ്റെ നടുവിലും നമ്മുടെ നിലവിളി കേൾക്കുന്നവനാ തമ്പുരാൻ. ഈശോയ്ക്ക് വേണമെങ്കിൽ അവരെ കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോകാമായിരുന്നു. കാരണം അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് അവൻ്റെ പിന്നാലെ അവൻ ഓശാന പാടിക്കൊണ്ട് അനേകായിരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ആരവത്തിൻ്റെ നടുവിൽ ഈ പാവപ്പെട്ട 10 കുഷ്ഠരോഗികളുടെ നിലവിളി കണ്ടില്ല എന്ന് യേശുവിന് വേണമെങ്കിൽ ധരിക്കാമായിരുന്നു. പക്ഷേ അവരുടെ വേദന തിരിച്ചറിയുന്ന പൊന്നു തമ്പുരാൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. സാധാരണ ആരും കടന്നു ചെല്ലുവാൻ മനസ്സു കാണിക്കാത്ത ഈ കുഷ്ഠരോഗികളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, അവരുടെ ഏകാന്തതയിലേക്ക്, അവരുടെ കണ്ണീരിലേക്ക്, അവരുടെ ഒറ്റപ്പെടലിലേക്ക് തമ്പുരാൻ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവരെ സുഖപ്പെടുത്തുകയാണ്. അവരെ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈശോ കരം പിടിച്ചുയർത്തുകയാണ്. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. തങ്ങൾ സൗഖ്യം പ്രാപിച്ചു എന്ന് തിരിച്ചറിഞ്ഞ കുഷ്ഠരോഗികളിൽ 10 കുഷ്ഠരോഗികളിൽ വിജാതീയനായ ഒരു മനുഷ്യൻ മാത്രം വന്ന് തമ്പുരാന് നന്ദി പറയുകയാണ്. ഈ മനുഷ്യൻ, സമരിയാക്കാരനായ ഈ വിജാതീയൻ, ക്രിസ്തുവിന് നന്ദി പറയുവാൻ തിരിച്ചു വന്ന് ക്രിസ്തുവിനെ സമീപിക്കുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മകനെ, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ?
10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെയെന്ന് ഈശോ ഒത്തിരി വേദനയോടെ ചോദിക്കുകയാ. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നിയില്ലേ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നിയില്ലേ എന്ന് ഒത്തിരി വേദനയോടെ ഈശോ ചോദിക്കുകയാണ്. കാരണം അവരാഗ്രഹിച്ചതിലും ഒരു അതിനന്മ ഈശോ അവരുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുകയാണ്. കർത്താവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് മാത്രമാണ് അവർ പ്രാർത്ഥിച്ചത്. സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ പ്രാർത്ഥിക്കാൻ കേട്ടോ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈശോയ്ക്കും വേണമെങ്കിൽ അവരെ കടന്നു പോകാമായിരുന്നു. കർത്താവെ, ഞങ്ങളിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ രോഗത്തിന് സൗഖ്യം നൽകി രക്ഷയുടെ അനുഭവത്തിലേക്ക് ഈശോ അവരെ കരം പിടിച്ച് ഉയർത്തുന്നതായിട്ടാണ് നമ്മൾ വചനത്തിൽ കാണുക. അത്ര വലിയ ഒരു അതിനന്മ, അവരാഗ്രഹിക്കാത്ത ഒരു നന്മ ഈശോയുടെ പക്കൽ നിന്ന് സ്വീകരിച്ചിട്ട് പോലും തിരിച്ചു വന്ന് തമ്പുരാന് നന്ദി പറയുവാൻ അവർക്ക് സാധിച്ചില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതവും പലപ്പോഴും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതമാകുന്ന ഈ കൊച്ചു ഭിക്ഷപാത്രത്തിലേക്ക് ദൈവം അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ ദിവസവും ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥയായ നവമാലികയിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ദൈവം നിന്റെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എത്ര കണ്ട് നീ ദൈവത്തിന് നന്ദി പറയുന്നുവോ അതിൻ്റെ 10 മടങ്ങ് അനുഗ്രഹം ദൈവം നിന്റെ ജീവിതത്തിലേക്ക് നൽകും. തമ്പുരാൻ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ സാധിക്കുക. കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിനുമുമ്പിൽ ഒരു കൃതജ്ഞതാ ബലിയായിട്ട് മാറണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുവിൻ. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുവിനെന്ന് സ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും 116-ാം സങ്കീർത്തനം 12-ാം വചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കും: കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ എന്ത് നൽകും? രക്ഷയുടെ പാനപാത്രം എൻ്റെ കൈകളിൽ ഏന്തിക്കൊണ്ട് എൻ്റെ തമ്പുരാൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നൽകുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നുമില്ല. പക്ഷേ നമുക്കൊണ്ടൊരു കാര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തിന് ഉടമകളാകുക. തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ, ദൈവമേ, ഓരോ നിമിഷവും അയോഗ്യതകളും കുറവുകളും പോരായ്മകളുമുള്ള എൻ്റെ ജീവിതത്തെ നീ തൊട്ടനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, എന്നോട് കരുണ കാണിക്കുന്നതിനെ ഓർത്ത്, എന്നെ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത്, എന്നെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത്, എൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും രോഗത്തിൻ്റെ അവസ്ഥകളും കാണുന്നതിനെ ഓർത്ത്, ഈശോയെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുവാൻ നമുക്കാവുന്നുണ്ടോ എന്നാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം അങ്ങനെ പള്ളിയിലൊന്നും വരാറില്ല. ഒരു ദിവസം അദ്ദേഹം ടൗണിലൂടെ നടന്നു പോകുമ്പോൾ പിന്നാമ്പുറത്ത് നിന്ന് ഒരു ബൈക്ക് വന്ന് അദ്ദേഹത്തെ ഇടിക്കുകയാണ്. വളരെ ഗുരുതരമായ രീതിയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഈ മനുഷ്യനു വേണ്ടി ആ ഇടവകയിലുള്ള സകല മനുഷ്യരും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മനുഷ്യൻ മാസങ്ങൾക്ക് ശേഷം പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ സ്നേഹമുള്ളവർ, ഒത്തിരി വേദനയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് വരെ ആ മനുഷ്യൻ രോഗസൗഖ്യം കിട്ടിയതിന് ശേഷം ദേവാലയത്തിൽ കയറിയതായി എനിക്കറിയില്ല. ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം ദേവാലയത്തിൽ വന്ന് ദൈവത്തിനൊരു നന്ദി പറയുവാൻ മനസ്സുകൊണ്ട് സന്നദ്ധത കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം വേദനയോടെ അച്ഛൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഓർത്തു നോക്കുക, ദൈവം പ്രകടമായ രീതിയിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പലപ്പോഴും പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ പലപ്പോഴും അതിനൊക്കെ നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിലേക്ക് ദൈവം ഓരോ നിമിഷവും അനുഗ്രഹങ്ങളുടെ മാരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ എണ്ണി എണ്ണി ദൈവത്തിന് മുമ്പിൽ ആയിരുന്നു കൊണ്ട് എണ്ണി അതിനൊക്കെ നമ്മൾ തമ്പുരാന് നന്ദി പറയണം. പലപ്പോഴും നാമൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്, അങ്ങനെയുള്ള ധ്യാന ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ഹൃദയം നിറയെ ഹോൾസെയിൽ കടയിൽ നമ്മളൊക്കെ സാധനം വാങ്ങിക്കാൻ പോകുന്നത് പോലെ ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ വ്യാപരിക്കുകയാണ്. ഒരു നീണ്ട ലിസ്റ്റുമായിട്ടാണ് നമ്മൾ പലപ്പോഴും തമ്പുരാനെ സമീപിക്കുക. എൻ്റെ ജോലി ശരിയാകണം, എനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടണം, എൻ്റെ മക്കൾക്ക് സുരക്ഷിതത്വം ലഭിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ നല്ലോണക്ക് പഠിക്കണം, മകൻ്റെ വിവാഹം നടക്കണം, എൻ്റെ പ്രശ്നങ്ങൾ മാറണം, എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ മാറണം, എൻ്റെ പുരപണി പെട്ടെന്ന് തീരണം. ഇങ്ങനെ 1000 ലിസ്റ്റുമായിട്ട് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ വ്യാപരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അതാണോ ദൈവം നമ്മുടെ ഈ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുക?
112 സങ്കീർത്തകൻ എന്താ പറഞ്ഞു വയ്ക്കുന്നത്? കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലി. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിനർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലി എന്ന് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം തമ്പുരാന്റെ മുമ്പിൽ കൃതജ്ഞതയുടെ ബലികളായിട്ട് മാറണം. നിന്റെ പരാതിയും പരിഭവങ്ങളും ഒക്കെ തമ്പുരാൻ അറിയാം. നിനക്കിതെല്ലാം ആവശ്യമാണെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണല്ലോ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുക. എനിക്ക് എന്തൊക്കെ വേണം, എൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നൊക്കെ എൻ്റെ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആകുലരാകേണ്ട, വ്യഗ്രചിത്തരാകുകയും വേണ്ട. മറിച്ച് അതൊക്കെ തമ്പുരാന് വിട്ടുകൊടുത്തുകൊണ്ട് കൂടുതൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ചെറിയൊരു ജീവിതമാണ്. ആ കുറച്ചു നാളത്തെ ജീവിതം ദൈവത്തിന് മുമ്പിൽ വ്യാപരിച്ചുകൊണ്ട് നന്ദിയുടെയും കൃതജ്ഞതയുടെയും ജീവിതമാക്കി മാറ്റുമ്പോൾ അതിനന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉള്ളു തുറന്ന് സന്തോഷിക്കുവാൻ സ്നേഹമുള്ളവരെ നമുക്ക് സാധിക്കും. ഈശോ കുഷ്ഠരോഗികളോട് ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? സ്നേഹമുള്ള ദൈവജനമേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും: ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് കലഹിച്ചു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനനെയും, എങ്കിലും എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് കലഹിച്ചു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനനെയും, എങ്കിലും എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ദൈവം ഇസ്രായേൽ ജനത്തെ കൈപിടിച്ച് നടത്തുകയാണ്. രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഒക്കെ തമ്പുരാൻ അവരുടെ കൂടെയുണ്ട്. അവർക്ക് വിശന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം മന്ന വർഷിച്ചു കൊടുത്തു. അവർക്ക് ദാഹിച്ചപ്പോൾ ദൈവം പാറപ്പുറത്തുനിന്ന് ജലം നൽകി. അങ്ങനെ അവരെ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ദൈവത്തെ ഒരു സുപ്രഭാതത്തിൽ ഈ ദൈവജനം മറന്നുപോയപ്പോൾ പിതാവായ ദൈവം അവരെ ഓർത്ത് വിലപിക്കുന്ന വചനമാ: ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് കലഹിച്ചു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനനെയും, എങ്കിലും എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. സ്നേഹമുള്ള ദൈവജനമേ, തമ്പുരാൻ ഒരിക്കലും നമ്മളെ നോക്കി ഈ വചനം ആവർത്തിക്കുവാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരിക്കലും നമ്മളെ നോക്കി ഈ വചനം ആവർത്തിക്കുവാൻ ഇടവരാതിരിക്കണമെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു കൃതജ്ഞതാ ബലിയാക്കി മാറ്റുവാൻ നമുക്കാവണം. പരിശുദ്ധ അമ്മയുടെ ജീവിതം അതല്ലേ നമുക്ക് കാണിച്ചു തരിക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എന്തെന്നാൽ ശക്തനായ ദൈവം എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നാം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ശക്തനായ ദൈവം, പിതാവായ ദൈവം ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നൽകിയത് മുഴുവൻ വേദനകളും നൊമ്പരങ്ങളും സഹനങ്ങളുമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് മുമ്പിൽ പരിശുദ്ധയമ്മ എന്ന് തൻ്റെ ജീവിതത്തെ അടിയറവ് വെച്ചോ, അന്നു മുതൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുഴുവൻ സഹനങ്ങളും വേദനകളും കുരിശുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമാണ്. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ശക്തനായ ദൈവം എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം എന്തു തന്നെ വെച്ച് നീട്ടിയാലും രോഗമോ ക്ലേശമോ ദുരിതമോ നഗ്നതയോ വാളോ ആപത്തോ എന്തു തന്നെ ദൈവം വെച്ച് നീട്ടിയാലും അതൊക്കെ എൻ്റെ പിതാവിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ നടുവിലായിരുന്നു കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ സ്നേഹമുള്ളവരെ നമുക്ക് സാധിക്കണം. അതാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുക. വിശ്വാസിയുടെ ജീവിതം ജീവിക്കുവാനുള്ള ഇന്ധനമാണ് കൃതജ്ഞത എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, ഒരു കിളി തൻ്റെ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കും. ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കും. നല്ല പോണക്ക് പറക്കാൻ പഠിച്ചു കഴിഞ്ഞ് എത്ര അനന്തവിഹായസിലേക്ക് പറന്നുയർന്നാലും ഈ കുഞ്ഞിക്കിളി തൻ്റെ കൂടും അമ്മയെയും തേടി തിരിച്ചു വരും. കുറേ കഴിയുമ്പോൾ ഈ കുഞ്ഞിക്കിളി തൻ്റെ കൂടിനെയും അമ്മയെയും തേടി തിരിച്ചു വരും. മൃഗങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. ഈ ലോകം മുഴുവൻ അങ്ങനെയാ.
പക്ഷേ പ്രതിനന്ദി കാണിക്കുവാൻ പലപ്പോഴും മടി കാണിക്കുന്നത് നാം ഒരു കൂട്ടരാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ, മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിന് നന്ദി പറയുവാൻ മടി കാണിക്കുന്നത് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെയാണ്. കാരണം എന്താണെന്നല്ലോ, എല്ലാം എൻ്റെ സാമർഥ്യമാണ്, എൻ്റെ കഴിവാണ് എന്ന നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ. അവിടെയാണ് പൗലോസ് ശ്ലീഹ നമ്മളെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:16 പഠിപ്പിക്കുക. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ കരുണയ്ക്ക് മുമ്പിൽ സ്വയം വ്യാപരിക്കേണ്ടവരാ നമ്മൾ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആയിരിക്കേണ്ടവരാ നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളും കുറവുകളും ബലഹീനതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗത്തിൻ്റെ അവസ്ഥകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്നിരിക്കാം. അതിൻ്റെയൊക്കെ നടുവിലും ദൈവമേ, എന്നെ അനുഗ്രഹിക്കുന്ന നിൻ്റെ വലിയ കാരുണ്യത്തെ ഓർത്ത് നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുവാൻ നമുക്കാവട്ടെ. ഒരിക്കൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരാഗ്രഹം, നല്ലൊരു ജോഡി ചെരുപ്പിടണം. നല്ലൊരു ജോഡി ചെരുപ്പിടുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ദേവാലയത്തിലിരുന്ന്. കുറേ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം, നിഷ്കളങ്കതയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ദേവാലയത്തിൽ നിന്നിറങ്ങി തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് പോകുകയാണ്. വഴിമധ്യേ അദ്ദേഹം ഒരു ഭിക്ഷക്കാരനെ കണ്ടുമുട്ടുകയാണ്. 2 കാലുകളുമില്ലാത്ത ഈ ഭിക്ഷക്കാരൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈകൾ നീട്ടി. ഒരുപക്ഷെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആയിരിക്കാം. കൈകൾ നീട്ടിയ 2 കാലുകളുമില്ലാത്ത ഈ ഭിക്ഷക്കാരനെ കണ്ടപ്പോൾ ഈ സഹോദരൻ തൻ്റെ പോക്കറ്റിൽ ഒന്ന് തടവി നോക്കി. തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചില്ലറത്തുട്ടുകൾ ഈ ഭിക്ഷക്കാരൻ്റെ ഭിക്ഷപാത്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ച് ദേവാലയത്തിലേക്ക് നടക്കുകയാണ്. ഈ മനുഷ്യൻ തിരിച്ച് ദേവാലയത്തിലേക്ക് നടന്നു. ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിന് മധ്യേ കൈകൾ വിരിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഓടി നടക്കുവാൻ നീ എനിക്ക് 2 കാലുകൾ തന്നല്ലോ, എനിക്കത് മതി, നിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവമേ, 2 ജോഡി ചെരുപ്പ് വാങ്ങിക്കുവാൻ എനിക്ക് പണം വേണ്ട, ഓടി നടക്കുവാൻ നീ എനിക്ക് 2 കാലുകൾ തന്നല്ലോ, എനിക്കത് മതി, നിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുകയായി ഈ മനുഷ്യൻ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുറവുകളെയും പോരായ്മകളെയും ഓർത്ത് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ പരാതികളും പരിഭവങ്ങളുമായിട്ട് ഈശോനെ സമീപിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അതിനേക്കാളുമൊക്കെ എത്രയോ അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അതിലും വലിയ എത്രയോ അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്ക് നൽകി. 2 കണ്ണുകൾ തന്നില്ലേ എല്ലാം കാണുവാൻ? ദൈവത്തിൻ്റെ സൃഷ്ടി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കണ്ണുകൾ തന്നു, നല്ല കുടുംബാന്തരീക്ഷം തന്നു, നല്ല ചുറ്റുപാട് തന്നു, ഓടി നടന്ന് വേല ചെയ്യുവാൻ നല്ല കാലുകളും കൈകളും ഒക്കെ തന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ? ഒരുപക്ഷെ ലോകം കാണുന്ന രീതിയിൽ വലിയ അനുഗ്രഹങ്ങളോ വലിയ ഉയർച്ചയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണണമെന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലോകത്തെ ജനനം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ കാരുണ്യമല്ലേ? അപ്പോൾ ആ കാരുണ്യത്തെ ഓർത്ത് ജീവിതം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്കാവുന്നില്ലെങ്കിൽ, പിതാവായ ദൈവം പണ്ട് ഇസ്രായേൽ ജനത്തെ ഓർത്ത് വിലപിച്ച അതേ വചനം നമ്മളെയും ഓർത്ത് തമ്പുരാൻ ആവർത്തിക്കും. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് കലഹിച്ചു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാനനെയും, എങ്കിലും എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. സ്നേഹമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള വചനഭാഗത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈശോ കുരുടന് കാഴ്ച കൊടുക്കുന്ന സംഭവം നമ്മൾ അവിടെ കണ്ടുമുട്ടും. തനിക്ക് കാഴ്ച ലഭിച്ചു എന്നറിഞ്ഞ ഈ അന്ധനായ മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ പിന്നാലെ കൂടുകയാണ്. തനിക്ക് സൗഖ്യം ലഭിച്ചു, ദൈവം എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്ന് തിരിച്ചറിഞ്ഞ ഈ സാധാരണക്കാരനായ മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ, കൃതജ്ഞതയുടെ ഈ ജീവിതത്തെ തമ്പുരാൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാം. നിന്റെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. എന്നിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം: തമ്പുരാനെ, ഇതാ എൻ്റെ ഈ കൊച്ചു ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ ഈ ജീവിതം കൊണ്ട് നിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് എപ്പോഴും നിനക്ക് നന്ദി പറയുവാൻ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ആഗ്രഹമോ എൻ്റെ പ്രയത്നമോ ഒന്നുമല്ലല്ലോ എൻ്റെ ജീവിതം, ദൈവത്തിൻ്റെ കാരുണ്യമല്ലേ. കണ്ണുകളടച്ച് നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്, രോഗത്തിൻ്റെ അവസ്ഥകളുണ്ട്. എല്ലാം ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് നൽകുന്ന തമ്പുരാനെ.
ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഞങ്ങളുടെ ഈ ഭൂമിയിലെ കൊച്ചു ജീവിതം നിൻ്റെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം പോലെ കൃതജ്ഞതയുടെ ഒരു ജീവിതമാക്കി മാറ്റുവാൻ, കൃതജ്ഞതാ ബലിയാക്കി മാറ്റുവാൻ എന്നെ നീ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം,